നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഏതാവത് വേണോ സാർ? വെള്ളം അവിടെ ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ വിളിച്ചോളാം. ശരി സാർ. ഈ റൂം അത്ര പോരല്ലേ? വേണമെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാട്ടോ. അല്ല, കാശൊക്കെ ഉണ്ട്. എപ്പോഴും മനസ്സിൽ ചെറിയൊരു കോംപ്ലക്സ് കിടപ്പുണ്ടല്ലേ? ഏയ് അങ്ങനെയല്ല. ഭാര്യയ്ക്ക് മുന്നിൽ ചെറുതായി പോവോന്നൊരു പേടി. ഏയ് അതല്ലടോ. വിഷ്ണുട്ടാ, ഇനിയെങ്കിലും മനസ്സിലാക്ക, നമ്മള് രണ്ടാളും രണ്ടല്ല, ഒന്ന് തന്നെയാ. ആരും ആർക്കു മുന്നിലും ചെറുതോ വലുതോ ആകുന്ന ഒരു പ്രശ്നമില്ല. ശാലിനി, എന്നാലും ഞാൻ നിങ്ങൾ രണ്ടുപേരും ഇതുപോലൊരു ഏതുപോലൊരു ഒരു ചാണകപ്പുരയിൽ കളിച്ചു വളർന്ന ശാരദാമ്മയുടെ മകൾക്കേ ദേ ഇതൊക്കെ സ്വർഗമാ. വിഷ്ണുവേട്ടനോടൊപ്പമുള്ള സങ്കടം പോലും എനിക്ക് ആനന്ദമാ. ഇതിപ്പോ ഏത് പാതാളക്കുഴിയിലായാലും കുഴപ്പമില്ല. വെള്ളത്തെ തല്ലിപ്പതച്ചു നിൽക്കുമ്പോ കൈപിടിക്കാൻ വിഷ്ണുവേട്ടനുണ്ടായ മാത്രം മതി. ഈ രാത്രി സമാധാനമായി തല ചായ്ക്കാൻ ഒരിടം കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. കമലൻ പലതവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര വിഷമായി. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാം. പക്ഷേ ഒടുവില് വിഷ്ണുവേട്ടന് തന്നെ ഒരു വിഷമാവണ്ടെന്ന് കരുതിയാ ഞാൻ. അതെന്തായാലും നന്നായിടോ. ബന്ധങ്ങളൊന്നും അകന്നു നിൽക്കുന്നത് നല്ലതെന്നുള്ള പാഠം കമലിന്റെ കാര്യത്തിൽ മറന്നു. വിജിലയെ കുറ്റം പറയാൻ പറ്റില്ല വിഷ്ണുവേട്ടാ. ആ സാഹചര്യത്തില് കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നൊരു പെൺകുട്ടിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനാവൂ. അവള് മുന്നോട്ട് നോക്കുമ്പോ എന്താ ഉള്ളേ? ചുറ്റും ഇരുട്ടല്ലേ? ആശ വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതിനിടയില് അധിക ബാധ്യത കൂടി ആയാലോ? ശാലിനി, എടോ, തെറ്റെന്റേത് കൂടിയാ. എന്റേത് മാത്രമാണെന്നും പറയാം. ഞാൻ നോക്കുമ്പോ എനിക്ക് ചുറ്റും സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടഭക്ഷണം, ചോദിക്കുന്നതിന് മുമ്പേ കിട്ടുന്ന സുഖസൗകര്യങ്ങള്, അതിനിടെ കളിച്ചും ചിരിച്ചും ചങ്ക് കുറിച്ച് കൂടെ നിൽക്കുന്നവരെ പറ്റി ഞാൻ ആലോചിച്ചില്ല. വൈകുന്നേരമാകുമ്പോ അവർ ചെന്ന് കയറുന്നത് കുറ്റപ്പെടുത്തലിന്റെയും ശാപങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരു നരകത്തിലേക്കാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. കയ്യിലുള്ള ആർക്കും ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. വിഷ്ണുട്ടാ, എല്ലാം തിരിച്ചറിഞ്ഞ് രണ്ടാമതൊരു നല്ല തുടക്കത്തിന് വേണ്ടിയാവും ഒരു പക്ഷേ ഇതൊക്കെ. ഞാനേ ഒന്ന് ഫ്രഷ് ആവട്ടെ. അച്ചടാ, എന്താണ്? ആ, വാഷ്റൂമിന്റെ കാര്യമൊക്കെ കണക്കാ. അല്ല, ബ്രഷും പേസ്റ്റും ഒന്നും ഇല്ലല്ലോ. ഇതുപോലത്തെ ചെറിയ ലോഡ്ജിലൊന്നും അതൊന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. ഒരു ദിവസത്തേക്കൊക്കെ റൂം എടുക്കുന്നവരല്ലേ മിക്കവാറും പേരും. അല്ല, വിശ്വംബരനോട് പറഞ്ഞാ ഏർപ്പാടാക്കി തരും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഞാൻ തന്നെ പോയി വാങ്ങാം. എന്താന്നോ? അതേ, അച്ഛന് കുറച്ച് ദുരഭിമാനം കൂടി മാറാനുണ്ടെന്ന്. അച്ചടാ, എന്റെ കുഞ്ഞിന് വരെ കാര്യം മനസ്സിലായോ? ഇപ്പോ ഈ നിമിഷം എന്റെ പ്രീതി ഇവിടെ നിറക്കിക്കൊണ്ട് പോയി കാണിക്കട്ടെ ഞാൻ. അതും ഞാൻ ഒറ്റയ്ക്ക്. അവൻ കൊണ്ടുപോവോ? എന്നാ കാണിക്കടാ.
കാണിക്കാൻ. സുസ്മിതേ വാ. മോനെ, നിന്റെ അച്ഛൻ ജീവനോടില്ല. എന്നാലും ആ വില നിനക്ക് അറിയാന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നതേ. പാറമോള് ഇവിടുന്ന് പോയി തന്നെ ചങ്ക് തീർന്നിരിക്കുക. ഭാമ പുറമേക്ക് അവളത് കാട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ മോളും പ്രീതിയെ കൂടെ ഇവിടുന്ന് കൊണ്ടുപോയാ ആഘാതം അവള് താങ്ങില്ല മോനെ. എന്റെ ഭാമ മോനെ, നിനക്ക് നിന്റെ ഭാര്യയോട് സ്നേഹമുള്ളത് പോലെ എനിക്കും എന്റെ ഭാര്യയോട് സ്നേഹമില്ല മോനെ. അതുകൊണ്ട് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, ഞങ്ങളുടെ മോളും പ്രീതിയെ ഇവിടെ കൊണ്ടുവരുന്നൂടെ? മോനെ, നടുതളർന്ന് വീൽ ചെയറിലായി പോയി അച്ഛനെ, ജീവച്ചോം പോലെ കിടക്കുന്ന സ്വന്തം മകളെ വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണാനുള്ള അവകാശം കൂടി നീ നിഷേധിക്കരുത് മോനെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാര്യം മോനെ, പിടിവാശിക്കാരിയായ സ്ത്രീയുടെ ഭർത്താവിന്റെ ഗതി കേടാ മോനെ ഇത്. മോനെങ്കിലും ഇത് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും അച്ഛാ, മനസ്സിലാവും. നീ പ്രീതി എവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകാൻ പോകുന്നില്ല. അതിന് നീ ശ്രമിച്ച ഇവിടെ ചോര വീഴും. ഈ ജില്ലയിലുള്ള കൊട്ടേഷൻ ഗുണ്ടകൾ മുഴുവൻ അണിനിരക്കും. 5 മിനിറ്റിനുള്ളിൽ ഈ വീട്ടുവളപ്പിന് ചുറ്റും. ഈ ജില്ലയിലെ അല്ല, ഈ രാജ്യത്തെ മുഴുവൻ ഗുണ്ടകളെ അണിനിരത്തി ഈ വീട്ടുവളപ്പിന് പുറത്ത് നിങ്ങൾ മനുഷ്യ മതിൽ തീർത്താലും അർജുൻ ശങ്കർ സ്വന്തം ഭാര്യ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.